2 ദിവസമായിട്ട് നിങ്ങൾ ന്യൂസിലൊക്കെ കാണുന്നതായിരിക്കും KSEBിയുടെ ഒരു പ്രശ്നം. അതും റസാഖ് എന്ന് പറഞ്ഞ ഒരു 64കാരനും ഭാര്യയും തമ്മിലൊക്കെ ആ ഒരു കുടുംബമായിട്ടും KSEBിയായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ വാർത്ത വെച്ച് നോക്കി അത് തന്നെ ആയിരിക്കും ഫുള്ള് കാണുന്നത്. എന്താണ് അതിൻ്റെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ കുറച്ച് പേർക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ പറയുന്നത്. സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റസാഖ് എന്ന് പറഞ്ഞ 64കാരനും ഭാര്യയും താമസിക്കുന്ന വീട്ടിൽ പുള്ളിക്കാരൻ എന്തോ ചെയ്തു, KSEB ബില്ല് അതായത് കറണ്ട് ബില്ല് അടയ്ക്കാൻ കുറച്ച് വൈകിയ സമയത്ത് KSEBിയിൽ നിന്ന് ഓഫീസ് അവർ വന്ന് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എന്തോ ചെയ്ത് കറണ്ട് കട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ ഇടയിൽ അവർ വന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റസാഖിൻ്റെയും മറിയത്തിൻ്റെയും മക്കൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. KSEB ഉദ്യോഗസ്ഥന്മാരും ഈ മക്കളും തമ്മിൽ. അതിൽ മൂത്ത മോൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും കൂടിയാണ്. അപ്പോൾ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഫ്യൂസ് കറണ്ട് കട്ട് ചെയ്തിട്ട് പോയത്. സോ അതിന് ശേഷം ഇവരെന്തോ ചെയ്ത് ഈ മൂത്ത മോൻ അഫ്സൽ ഇതിൻ്റെ കറണ്ട് ബില്ല് അടച്ച് അതിന് ശേഷം പിറ്റേന്ന് ആയിട്ടും എന്തോ ചെയ്യുന്നില്ല, KSEBിയിൽ നിന്ന് ആരും വന്ന് ഒന്നും ചെയ്യുന്നില്ല, ആരും വന്ന് കറണ്ട് കണക്ഷൻ കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇത് ഭയങ്കരമായിട്ട് പ്രശ്നം. അതുപോലെ തന്നെ എന്തു ചെയ്യുന്നത് KSEB ഉദ്യോഗസ്ഥന്മാർ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഈ അഫ്സലും സഹോദരനും ചേർന്ന് അവിടെ ചെന്ന് ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് കേസും കൊടുത്തു. സോ ഇത് കഴിഞ്ഞ് പോലീസുകാർ അഫ്സലിനെ വിളിക്കുകയുണ്ടായി ഇങ്ങനത്തെ കാര്യം പറഞ്ഞ്. സോ എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സംഭവം നടന്നതിന് ശേഷം പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും രാവിലെ വന്ന് ഈ KSEB ആൾക്കാർ കണക്ഷൻ കൊടുത്തു. സോ ഈ സമയം കൊണ്ട് ഈ പോലീസിൽ നിന്ന് ഇങ്ങനെ പരാതി കൊടുത്ത ഈ കാര്യം കൊണ്ട് അഫ്സൽ KSEB ഓഫീസിൽ ചെന്ന് മാലിന്യജലം ദേഹത്തൊഴിക്കുകയും അവിടുത്തെ പ്രശ്നങ്ങളുണ്ടാക്കി അവർ വഴക്കുണ്ടാക്കുകയും അങ്ങനെയൊക്കെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ നടന്നു. സോ ഇതെന്ത് ചെയ്തു, KSEB ഉദ്യോഗസ്ഥന്മാർ അവിടെയുള്ള സാധനങ്ങൾ അടിച്ചു പൊട്ടിച്ചെന്നും 3 ലക്ഷത്തോളം വരുന്ന സാധനങ്ങൾ അവിടുത്തെ നശിപ്പിച്ചെന്നും പറഞ്ഞ് അവർ വേറൊരു കേസ് കൊടുത്തു. അതിൻ്റെ പേരിൽ സഹോദരനെയും അഫ്സലിനെയും എന്ത് ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ അതിന് ശേഷം KSEBിയുടെ മാനേജിങ് ഡയറക്ടറിൻ്റെ ഉത്തരവ് പ്രകാരം റസാഖിൻ്റെ പേരിലുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ പോയി KSEB ഉദ്യോഗസ്ഥന്മാർ കട്ട് ചെയ്ത്. കാരണം ഈ മക്കളുമായിട്ടുള്ള അഫ്സലുമായിട്ട് സഹോദരനായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് ചെന്ന് കട്ട് ചെയ്തത്. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു കറണ്ട് ബില്ല് അടയ്ക്കുകയും ചെയ്ത് എന്നിട്ടാണ് ഈ കറണ്ട് കട്ട് ചെയ്യുന്നത്. സോ ഇത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി. മറ്റ് മക്കൾ എന്തോ ചെയ്ത് കസ്റ്റഡിയിലും പോയി. എന്നാൽ പോലും ഇവർ കറണ്ട് ബില്ല് അടച്ച് എന്നിട്ട് എന്തിനാ കറണ്ട് കട്ട് ചെയ്തതെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് റസാഖും മറിയവും തമ്മിൽ അവരുണ്ടെങ്കിൽ ഇതിനെതിരെ എന്താ പറയുക കേസും കാര്യങ്ങളുമായിട്ട് നീങ്ങാൻ തുടങ്ങി. സോ ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തു. 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് നടന്നൊരു കാര്യമാണ്. സോ അതുപോലെ തന്നെ ഇപ്പം റസാഖ് 64കാരനായ റസാഖിന് തീരെ വയ്യാത്ത ഒരാളാണ്. അതുകൊണ്ട് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് എന്താ പറയുക മരുന്നുകളും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരാളാണ്. സോ ഇത് കാരണം അവർക്ക് വീട്ടിൽ ലൈറ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് KSEBിയുടെ മുമ്പിൽ വന്നവർ മെഴുകുതിരി കത്തിച്ച് സമരം തുടങ്ങിയതാണ്. സോ ഇത് ഭയങ്കരമായിട്ട് ന്യൂസ് ചാനൽസും എല്ലാം ഏറ്റെടുത്ത് ഇത് ഭയങ്കരമായിട്ട് 2 ദിവസമായിട്ട് ഭയങ്കര വാർത്തയായിട്ടിരിക്കുകയാണ്. അതിനുശേഷം കോൺഗ്രസ്സുകാരും എല്ലാവരും ചേർന്ന് ഇത് ഭയങ്കര സപ്പോർട്ട് സമരത്തിന് വേണ്ടി അവരെ കൂടെ നിൽക്കുകയും എല്ലാം ചെയ്തായിരുന്നു. ഇതിന് ശേഷം ഇവരും KSEB ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ തന്നെ എന്താ പറയുക ഇവർ തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ കറണ്ട് വേണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പോത്തില്ല എന്ന് പറഞ്ഞ് എന്തു ചെയ്ത് അവർ സമരം ചെയ്യാണ്. ആ ഒരു KSEBിയുടെ മുമ്പിൽ വന്ന് മെഴുകുതിരി കത്തിച്ചാണ് അവർ സമരം ചെയ്തത് 2 പേരും. സോ ഇതിന് ശേഷം എന്തെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയോടെ ഉണ്ടെങ്കിൽ KSEBിക്കാരുണ്ടെങ്കിൽ ഓക്കെ അവർ വന്ന് രാത്രിയിൽ ഈ സമരത്തെ എന്താ പറയുക ഒരു സമരത്തിൻ്റെ ഒരു കാര്യം കൊണ്ട് അവർ എന്തെങ്കിലും അവർക്കെതിരെ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണ് അവർ വന്ന് ഫ്യൂസ് കിട്ടിയത്. സോ അത് ഭയങ്കര എല്ലാവരും ഇന്നലെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്. സോ അങ്ങനെ ഫ്യൂസ് കിട്ടിയതിന് ശേഷം ആ ഒരു കാര്യം സോൾവ് ആയോ എന്ന് ചോദിച്ചാൽ അത് സോൾവ് ആയിട്ടില്ല. ഇന്ന് രാവിലത്തെ കിട്ടിയ ന്യൂസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക വീട്ടിലെ റസാഖിൻ്റെ വൈഫായ മറിയം എന്ന് പറഞ്ഞാൽ മറിയം കേസ് കൊടുത്തേക്കുവാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഫ്യൂസ് കെട്ടാൻ വന്ന സമയത്ത് തിരിച്ച് വന്നത് കെട്ടുന്ന സമയത്ത് ഈ ഒരു KSEB ഉദ്യോഗസ്ഥന്മാർ തന്നോട് മോശമായിട്ട് പെരുമാറി. അതായത് സംസാര രീതി ഭയങ്കര മോശം രീതിയിൽ അവർ പെരുമാറി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനെതിരെ പോലീസുകാർ നടപടിയെടുക്കാൻ പോവുകയാണെന്നും അത് 4 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസ് എടുക്കാൻ പോവുകയെന്നും പറഞ്ഞാണ് ഇപ്പോൾ പുതിയതായിട്ട് രാവിലെ വന്ന ന്യൂസിനകത്ത് പറയുന്നത്. സോ ഇതുവരെയാണ് ഇപ്പം നടന്ന കാര്യങ്ങൾ. സോ ഇതിനെതിരെ KSEBിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഇന്ന് രാവിലെ ഒരു ചർച്ച പോലെ അവിടെ നടത്തിയിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് ഇവർ പറയുന്നത് പച്ചക്കള്ളമാണെന്നോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാണ്
അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ എത്രമാത്രം നമുക്കതൊന്നും പറയാൻ പറ്റില്ല. കേസ് വിധി വരുമ്പോഴേ അതിൻ്റെ കാര്യങ്ങളെ പോലീസ് അന്വേഷിച്ച ശേഷമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇതിനെതിരെ നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. KCB ചെയ്തതിന് തെറ്റിനെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് കാര്യവും എന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു.